അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് അല്ല കുട്രാളം കുട്രാളം ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും വണ്ടി കുറച്ച് ലേറ്റായി 8 മണിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്രാളത്തേക്ക് പോകണം. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒരു ചെറിയൊരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ ഉത്സവമാണ് നമ്മൾ കമ്മിങ് സൂൺ എന്ന് പറയാം. ഇപ്പോൾ അടുത്തൊരു ഉത്സവമുണ്ട്. അന്ന് നമ്മൾ ഉത്സവം കണ്ടിട്ടായിരിക്കും നമ്മളോട് തിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഉത്സവം ആഘോഷിച്ചിട്ട് പോകുന്നതിന് മുന്നേ പറഞ്ഞ കാര്യം പറയാൻ വന്ന കാര്യം മറന്നുപോയി. അപ്പം എന്തായാലും കുട്രാളത്തേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് ഞാൻ ഫുൾ റെഡി പാക്ക്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ലഗേജൊക്കെ അവിടെയുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കിയല്ലോ, അതെടുക്കാൻ വേണ്ടി വണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ ഫുൾ പാക്ക്ഡ് ആയിട്ട് പോകും. വണ്ടി അതായിരുന്നു ടാറ്റാ സുമയാണ് വണ്ടി, വൈറ്റ് കളറാണ്. നമ്മൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എത്തിയിട്ട് വണ്ടിയിൽ ബ്യൂട്ടി ഷോട്ട്സ് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ. ചാൻസ് കുറവാണ്, കുറച്ച് സമയം ലേറ്റ് ആയത് കാരണം അത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ബ്യൂട്ടി ഷോട്ട് ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് ഒപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ യാത്രയിൽ വീണ്ടും കാണാമല്ല, യാത്രയിൽ കാണാം. ഓക്കെ, നമ്മളങ്ങനെ ലൈഫിലെ ഫസ്റ്റ് ടൈമായിട്ടാണ് കുട്രാളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ കുട്രാളത്തിലേക്ക് പോവാണ്. ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് പോയി നോക്കാം, കണ്ടാലേ നമുക്ക് അറിയത്തുള്ളൂ. കാരണം വേറെ വൈബാണ്. ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്നാലും ഇപ്പോൾ ഫ്രണ്ട് ക്യാമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ബാക്ക് ക്യാമിൽ എങ്ങനെയാണ് വ്യൂ എന്നുള്ളത് കാണാം. ഫുള്ള് വൈബാട്ടോ. ഇവിടെ മൊത്തം കടകളും ആളുകളൊക്കെ ആയിട്ട് വേറെ ഫീലാണ്. എല്ലാവരും വിത്തൗട്ട് ഷർട്ടിലാണ്, ഞാൻ മാത്രമാണ് ഷർട്ടിട്ട് പോകുന്നത്. ഇതാണ് മക്കളെ ഇവിടുത്തെ വാട്ടർഫോൾസ്. സ്ഥലത്തിന് പേര് പറഞ്ഞാലും വീണ്ടും കുട്രാളം. വേറെ വൈബാട്ടോ. നൈറ്റും ഇവിടെ കണ്ടോ ഫുൾ ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിഞ്ഞൂടാ, ഒരു 10 ദിവസം മുന്നേ ഇവിടെ പെട്ടെന്ന് വെള്ളച്ചാട്ടം കൂടി കുളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് പോയി. അതിലൊരു കുറേ പേര് രക്ഷിച്ചു. അതിൽ 2-3 ചെറിയ കൊച്ചു, അതായത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇതിലൂടെ ഒലിച്ചു പോയി. പിന്നെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സീനായിരുന്നു. പൊന്നു മക്കളെ ഇവിടെ വന്നിട്ടാകെ ഞാൻ പെട്ടുപോയി. കാരണം എല്ലാവർക്കും വീഡിയോ ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എന്നോട്. അയ്യോ, ഞാൻ ഒരു തവണ നനഞ്ഞില്ല. അവിടെ കുളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം ഇവിടെ എല്ലാവരും കൂടി എന്നിട്ട് വളഞ്ഞ് ആകെ സീനായിരിക്കുകയാണ്. ഇവിടെ ഓരോ പറയില്ല, അത്രയും കരിപ്പില കണ്ടോ. ഈ ചെങ്ങ കുറേ നേരം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ പറയാന്നൊരു ഐഡിയ ഇല്ല എനിക്ക്. എന്തായാലും വേറെ ലെവലാ സത്യം പറഞ്ഞത്. അയാൾക്കൊരു ബ്രാഹ്മണ്യം എന്ന് പറയാം. കാരണം വെറുപ്പിച്ച് കഴിയുമ്പോൾ തരുന്നുണ്ട്, ഒന്നും പറയാൻ വയ്യ. എന്ത് പറയാൻ, നമ്മൾ ഇവിടുത്തെ കാരണം എല്ലാം എന്നുള്ളതുകൊണ്ട് സഹിച്ച് പോകാമെന്നാണ്, വേറെ വഴിയില്ല. ഹലോ ഗൈസ്, നമ്മളിവിടെ ഡ്രസ്സ് മേടിക്കുന്ന കടയാണ്. പക്ഷേ ഇവിടെ എൻ്റെ സൈസിന് ഡ്രസ്സ് കിട്ടുമെന്ന് വെച്ചാൽ നോ വേ നോ ചാൻസ് ആണ്. കാരണം ഞാൻ വീട്ടിൽ തന്നെ ഡ്രസ്സൊക്കെ വേറെ ഇതിൽ വന്നിരിക്കുക. കാരണം എൻ്റെ സൈസിലൂടെ കിട്ടുമെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. നാട്ടിൽ തന്നെ എനിക്ക് കിട്ടുന്നില്ല, പിന്നെയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏട്ടൻ ഭയങ്കര കോംപ്രമൈസാണ്. ഐ മീൻ ഭയങ്കര കമ്പനിയായിരുന്നു. കാരണം ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഈസി ആയിട്ട് കട്ട് ചെയ്തു. നമുക്ക് ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇരുന്നാൽ നമ്മളോ വേറെ കാര്യം പറയണം. നമ്മൾ ടീമായിട്ടൊരു ചായ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോയി ചായ കുടിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിയിലൂടെ കാണാം. സെൽഫിസ്റ്റൊക്കെ ചെറിയതായിട്ടൊന്ന് പണി പാലിക്കും, ചെറുതായിട്ടൊന്നും വലുതായിട്ടൊന്നും പണി പാലിക്കും. ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ടീംസാണ്. മുഴുവൻ ഏട്ടന്മാരും മാമന്മാരൊക്കെയാണ്. ഇവരെല്ലാവരും ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. അടുത്ത ഫോൾസിലേക്ക് പോകുന്നതിന് മുന്നേ ചായ കുടിച്ചിട്ട് പോകാം, തിളപ്പിച്ചല്ലേ ചൂടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചായ കൂടി കുടിച്ചിട്ട് നമുക്ക് അടുത്ത് കാണാമല്ലോ. എനിക്ക് വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിലും കൂടെ വന്ന് എല്ലാവരും ചായ കുടിക്കുന്ന കണ്ടപ്പോൾ പിന്നെ നമുക്കൊരു മുഖം കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു ചായ കുടിച്ചാണ്. ചായ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ചിയേഴ്സ്. നമ്മൾ കുളിച്ച സ്ഥലത്ത് നിന്നും അടുത്ത ഫോൾസിലേക്ക് പോകണമെങ്കിൽ ഇനി ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചപ്പോൾ അടുത്ത എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇനി നമ്മൾ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം പോകാൻ. അവിടെ വണ്ടിയിലേക്ക് എല്ലാവരും പോയിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് കാര്യമാക്കണ്ട, അവർ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ ആരും യോജിക്കാൻ അത്ര വലിയ തയ്യാറൊന്നും ആരും കാണിക്കുന്നില്ല. എല്ലാവരും കുളിക്കുക എന്നുള്ള തീരുമാനം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കാണാനൊരു കാട്ടറായി ലുക്കുണ്ടെങ്കിലും സഹിക്കുക, വേറെ വഴിയില്ല. കാരണം ഞാൻ തന്നെ എന്നെ കണ്ട് പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ലുക്കുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഫോൾസിലെത്തിയിട്ട് കാണാം. കാരണം ഞാൻ ഇവിടെ തന്നെയാണ് ചുറ്റി കറങ്ങുന്നത്. കൂടെ വന്നൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് അടുത്ത ഫോൾസിലേക്ക് പോകാൻ. ഞങ്ങൾ കാറിലാണ് വന്നത്, പക്ഷേ 2 പേര് ബൈക്കിലാണ് വന്നിരിക്കുന്നത്. അവരും കൂടി വേണ്ട പിക്ക് ചെയ്യാൻ. ഇപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്ന സ്ഥലം ഐന്തരുവി എന്ന് പറയും. അതായത് 5 ഫോൾസും ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. ഇവിടെയും കൂടി ഉള്ളതെന്നാണ് പറഞ്ഞു കേട്ടത്. വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. എന്തായാലും നോക്ക് നമുക്ക് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇവിടുത്തെ അവസ്ഥ പോയാൽ മാത്രമേ അറിയുള്ളൂ. നമ്മൾ കൂടെ വന്നവരെല്ലാവരും ബാക്കിലുണ്ട്.
നമുക്കും കൂടി പോയി നോക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെ, നമുക്ക് പോയി നോക്കാം. കുറേ ദൂരം ഉണ്ടെങ്കിൽ ഞാൻ ചത്തേനെ പെട്ടു. കാരണം അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, കുറേ ദൂരം നടക്കണം ഈ ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയി നോക്കാം. എത്ര ദൂരം നടക്കാനുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും ഓടുകയാണ്. നമുക്ക് നടക്കുന്ന കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട. അത് കാരണം നമ്മൾ എന്തായാലും ചില്ലായിട്ട് കാമായിട്ട് നല്ല പോവാം. കയറുമ്പോൾ തന്നെ വൈബാട്ടോ. വലിയൊരു ആൽമരമുണ്ട്. പക്ഷെ ഇത് നൈറ്റ് ആയത് കാരണം നമുക്ക് എത്രമാത്രം വിഷ്വലി കിട്ടുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. കാരണം ഇത്രയും മോശമാണ്. എന്നാലും കണ്ടോളൂ, എന്നോട് പറ്റുന്നത്രയും നിങ്ങൾക്ക് മാക്സിമം വന്നാലും കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. വലിയൊരു പ്ലേസാണ് കേട്ടോ. രാവിലെയാണെങ്കിൽ വൈബായി. തിരിച്ച് പോകുന്ന സമയത്ത് കുറച്ച് വെളിച്ചമുണ്ടെങ്കിൽ നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റും തോന്നുന്നു എനിക്ക്. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ നടന്നു പോകാൻ, അടുത്ത് തന്നെയാണ്. പക്ഷേ വെള്ളത്തിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ലൈറ്റ് നിങ്ങൾക്ക് കുറച്ച് കട്ടായിട്ടൊക്കെ കാണുകയുള്ളൂ. എന്തായാലും നോക്കുക. എനിക്ക് സംസാരിച്ചാണ് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ട്. കാരണം ഹീൽസ് കയറുന്ന വൈബ് സ്ഥലം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ നേരെ എൻ്റെ ബാക്കിൽ കാണിച്ചു തരാം. എന്താ ഇവിടുന്ന് മലയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം നടന്നു പോകാൻ. ഈ വഴിയിലൂടെയാണ് നടന്നു പോകേണ്ടത്. കാരണം ബാക്കിലൂടെ കുറേ പേര് നടന്നു പോകുന്നത് നമുക്ക് നോക്കാം. ഇതിൽ എങ്ങനെയാണ് സെറ്റപ്പ്, നമ്മൾ അവിടെ കണ്ട പോലെ തന്നെയാണോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്നെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി വേറെ ആയിരുന്നു. രാത്രി ആയതുവരെ നമുക്ക് വലുതായിട്ട് വിഷ്വലൊന്നും ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല, കുറവാണ്. എന്തായാലും നോക്കുക. എന്താ പറയുക, നല്ല വിഷമമുണ്ട് എനിക്ക്. കാരണം രാവിലെ ആണെങ്കിൽ വേറെ ലെവലായിരുന്നു മക്കളെ, വേറെ ലെവലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഭയങ്കര, ഞാൻ തന്നെ ചടച്ചു. പക്ഷേ വാവ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടുന്ന് കാണുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരും. കാണുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അയ്യോ, അതിലൂടെ എത്രമാത്രം കാണുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നമുക്ക് നേരിട്ട് പോയിട്ട് കാണിച്ചു തരാം. കാരണം ഫ്രണ്ട് ക്യാമ്പിൽ നമുക്ക് ഇത്രയും വിസിബിൾ ആയിട്ട് കാണുകയുള്ളൂ. ബാക്ക് ക്യാമ്പിൽ വൃത്തിയായിട്ട് കാണിച്ചു തരും. നന്നായിട്ട് നല്ലൊരു ബ്യൂട്ടി ഷോട്ട് ഇവിടെ കിട്ടുന്നു. ഇതും കൂടി ഉള്ളെന്ന് തോന്നണം. അപ്പോൾ ഇവിടെ തന്നെ ഞാനും നനയും. അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും നോക്കണ്ട, ഞാനും കൂടി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വൈബായിരിക്കും. നല്ല തിരക്കാട്ടോ ഇവിടെ. ഫുൾ പ്ലേസാണ്, പക്ഷെ നല്ല തിരക്കാണ് ഇവിടെ. അടുക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റീസ്, അതായത് പോലീസുകാരൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടുന്ന് അവിടെ വഴിയുണ്ട്, പക്ഷെ എവിടെയാണ് പോലീസുകാരൊക്കെ റെസ്റ്റ് ഉറങ്ങാണ്ട് കാത്തിരിക്കണം. ഇതിൻ്റെ പൊന്നു അളിയന്മാർ വേറെ വൈബ് സ്ഥലം കേട്ടോ. ഇവിടെ ഇറങ്ങി ചെല്ലുന്ന സ്ഥലം വേറെ ഫീലാണ്. ഓ അയ്യോ, അവിടെ നല്ല തിരക്കാട്ടോ കേട്ടോ. പറയുന്ന സൗണ്ട് ഇവിടെ എത്രമാത്രം കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഇവിടെ ഭയങ്കര ക്രൗഡാണ്. അവിടുത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ കൂട്ടം കൂടുതലാണെങ്കിലും സ്ഥലം നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ബ്യൂട്ടി ഷോട്ട്സ് ഒക്കെ എടുക്കാൻ ശ്രമിക്കാം. ഇവിടെ കുളിക്കാൻ ആണുങ്ങൾക്ക് വേറെ, പെൺകുട്ടികൾക്ക്. ഇവിടെ ലേഡീസും ഇവിടെ ജെൻസും ആണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഭയങ്കര തിരക്കാട്ടോ. ഗേൾസുള്ള ഭാഗത്ത് തിരക്കുറവാണെങ്കിലും ഇവിടെ ജെൻസിന് ഇവിടെ കുറേ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്ന പോലെയാണ്. പക്ഷേ വേറെ ഫീലാട്ടോ. എന്നാലും നമ്മളിവിടെ ഞാനും കൂടി ഇറങ്ങും, അതിലേക്ക് പോവാം. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടുന്ന് എങ്ങനെയാണ് വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ വൻ ടാസ്ക്കാണ്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് എന്നുള്ള സെറ്റപ്പ്. കണ്ടോ, നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വേറെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം വൈബ് വേറെ ലെവലാട്ടോ. പക്ഷേ അവിടെ ക്രൗഡ് കുറച്ച് കൂടുതലാണ്. ഇതിലിപ്പോൾ ഞാൻ എങ്ങനെ പോയി കുളിക്കുന്നത്, കാരണം വെള്ളം കുറവാണ്. പക്ഷെ എന്നാലും ഇവിടെ സീസൺ ആണെങ്കിൽ പോലും വെള്ളം കുറവാണ്. അത്യാവശ്യം തിരക്കുമുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മളന്നത്തെ കുളി നടക്കുക എന്നുള്ളത്. എന്തായാലും ഞാനും കൂടി കുളിക്കാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് എന്താ പറയുന്നത്, അപ്പോൾ എക്സൈറ്റഡാണ്. ഞാൻ പറയുന്ന സൗണ്ട് എത്രമാത്രം നിങ്ങൾ കേൾക്കുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ സ്പീഡ് വേറെ ലെവലാണ്. എന്നാൽ ലൈഫിൽ ഒരു പ്രാവശ്യം കുളിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പൈസ കേൾക്കുന്നില്ല. കുളിക്കാൻ പോകാം. അവസാനിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. തണുത്ത് വിറച്ചിട്ട് വയ്യാൻ. ഞാനും മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ വേറെ ഫീല് വൈബ് വേറെ കേട്ടോ. ഇവിടെ നല്ല വെള്ളച്ചാട്ടം, വെള്ളം കുറവാണെങ്കിൽ പോലും ഇവിടെ നല്ലൊരു വൈബിൽ ഇവിടെ കുളിക്കാൻ പറ്റുന്നുണ്ട്.
ഇവിടെ ആൾക്കാർ കൂടുതലാണ്, നമുക്ക് കുറച്ച് ക്രഷ് കൂടുതലാണെങ്കിൽ പോലും നന്നായിട്ട് വൈബായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഞാൻ നനഞ്ഞു, പക്ഷേ മുഴുവനായിട്ട് നനഞ്ഞെന്ന് വെച്ചാൽ അത്രമാത്രം നനഞ്ഞത് എവിടെയെങ്കിലും കുളിച്ചിട്ട് പോകണമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനഞ്ഞാണ്. ഇവിടെ അവിടുത്തെ അത്ര വൈബില്ലെങ്കിലും ഒക്കെ കുഴപ്പമില്ല. കാരണം നിങ്ങൾ ബാക്കിൽ കണ്ടോ, അത് നല്ല മനോഹരമായ ഫോൾസാണ്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കുറച്ച് എടുത്തിട്ട് പോകണം, എന്നാലും വേറെ വൈബാവും. മക്കളെ ഇവിടെ കുളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാൻ കുളിച്ചു കഴിഞ്ഞു. നമ്മുടെ ടീം എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് പോയി. എനിക്കെൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഈ അലർച്ചയിൽ എൻ്റെ സൗണ്ട് എത്രമാത്രം ഇവിടെ റെക്കോർഡ് ആവുന്നുള്ളത് എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ല. നമുക്കിവിടെ പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അവരും തീരെ സപ്പോർട്ടും ഇല്ല. സപ്പോർട്ട് മീൻസ് നമുക്കൊരു സഹകരണമൊന്നുമല്ല. പക്ഷേ ഈ കൂട്ടത്തിന് നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കാനോ എല്ലാവരും നമുക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് കൊടുത്ത് തിരിയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു സത്യത്തിൽ കാണുന്നവരെ സ്റ്റാർട്ടില്ല. നമുക്ക് ഇനിയും വേറെ എവിടെയെങ്കിലും പോയിട്ട് ബാക്കി മോർണിംഗ് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ഹോൾഡ് ഓൺ. ഓക്കെ റെഡി ഗൈസ്? മക്കളെ വേറെ ഫീൽ ആട്ടോ. ഞാൻ ഒരു ഫസ്റ്റ് ഒന്നിലും കുളിച്ചില്ല, പക്ഷേ ബാക്കി രണ്ടാമത്തെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഞാൻ കുളിച്ചായിരുന്നു. ഇനി നമുക്ക് 2 or 3 ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ ഇതോടെ കഴിഞ്ഞു, ഭയങ്കര ഡെസ്പായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 2 ഉണ്ടെന്ന് പറയുന്നു. വിശ്വാസം അതിൽ എല്ലാം വന്ന രീതിയിൽ നമുക്ക് വീണ്ടും അടുത്തൊരു സ്പോൺസർ വെച്ച് കാണാം. മക്കളെ നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മളോട് ഇനിയും 1 or 2 സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. ഭസ്മൊക്കെ തൊട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സ്ഥലം നേരെ പാക്കപ്പ് വീട്ടിലേക്കാണ്. വേറെ എന്ത് ചെയ്യാനാ, ഞാനിനി ആകാംക്ഷയോടെ കുറേ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. ലാസ്റ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ ടീം കൂടെ വന്നവരൊക്കെ ചായ കുടിക്കാന്ന് പറഞ്ഞു. എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കാം. യെസ്, ഞാൻ കണ്ടു. എന്താ എവിടെയാണ് നമ്മളെ കൂടെ വന്നവരെല്ലാവരും എവിടെയാണ് ചായ കുടിക്കുന്നത്. സോ നമുക്കും ഒരു ചായ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമ്മളും കൂടി ഒരു ചായ കുടിക്കാം. പുള്ളിക്കാരൻ റെസ്റ്റ് ഇല്ലാണ്ട് ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ് യെസ്, ഉഴുന്നവട. പുള്ളിക്കാരൻ ഒരു റെസ്റ്റ് പോലും ഇല്ലാണ്ട് അവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പീഡാണ് കേട്ടോ ഇവിടെ. ഇവിടെ എന്തായാലും എല്ലാവരും കൂടി ഇവിടെ ഉഴുന്നവട എനിക്ക് വേണ്ടി ഉഴുന്നവട കിട്ടിയിട്ടുണ്ട്. ഉഴുന്നവട അത്യാവശ്യം നല്ല ചൂട് കാണുന്നു കേട്ടോ, നല്ല ചൂടാണ്. ഈ ചായയും കൂടി വരാനുള്ളൂ. ചായ അടിക്കണോ വേണ്ടെന്നുള്ള പുള്ളിയുടെ ഡൗട്ടിലാണ്. എന്തായാലും ചായ വരുന്ന വിശ്വാസം. ഇവിടുത്തെ സ്പെഷ്യലാണ് ഉഴുന്നവട. കുഴപ്പമില്ല, ഒന്നാമത് ഉഴുന്നവട നല്ല ചൂട്. 4 മണി 5 മണിയൊന്നും ആയി, ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എപ്പോൾ എഡിറ്റ് ചെയ്യുന്നതാണ് എനിക്കൊരു ഐഡിയ ഇല്ല. വേറെ ഇതുവരെ ഉറങ്ങാണ്ടിരിക്കുകയാണ്. മാക്സിമം പോകുമ്പോൾ വണ്ടിയിൽ ട്രാവലിങ്ങിൽ എഡിറ്റ് ചെയ്യാം. കാരണം ഇത് വേറെ എവിടെ നിൽക്കുമോ എന്ന് വെച്ചാൽ ഡൗട്ടാണ്. നമ്മുടെ ചായക്കുള്ള ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് പുള്ളിക്കാരൻ കാക്കിയിട്ടിരിക്കുന്ന വെച്ചാൽ ഡ്രൈവറല്ല, തൻ്റെ ഒരു അനിയനാണ്. പൈസ കൂടുതലാണ് അവിടെ. പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയ കാരണം പൈസക്കൊക്കെ കുറച്ച് കൂടുതൽ കാണും. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ്. ഇവരെ കൂടിയാണ് ഞാൻ വന്നത്. ഫുൾ സപ്പോർട്ടാണ്, ഫുൾ എൻജോയ്ഡ് ലൈഫാണ്. വേറെ വൈബാണ് ടീം. യെസ്, അടിപൊളി ചായ. അത് പറയാൻ എനിക്ക് ചായ കിട്ടിയില്ല. വേറെ ചായയുടെ അവസ്ഥ എനിക്കായിരുന്നു. പക്ഷേ വേറെ ലെവലാണ്. ഇനി നമ്മൾ അങ്ങോട്ട് യാത്ര വീട്ടിലേക്കാണ്. എന്നാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നോക്കാം. ഇവർ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി പർച്ചേസിങ് എനിക്ക് ചായ പറഞ്ഞിട്ടുണ്ട് അവർ. അതിന് മുന്നേ വളരെ എത്രയും പെടുന്ന കാര്യമാകാം. കുഴപ്പമില്ല. എനിക്ക് അങ്ങോട്ട് വേർക്കുന്നുണ്ട്. അതിനെപ്പറ്റി ട്രോൾ ചെയ്താണ്. ഞാൻ എന്നോട് അധ്വാനിക്കുകയാണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ദിസ് ഈസ് മൈ ചായ. വെരി മോർണിംഗ് ചായയാണ് നമുക്കത്. നമ്മൾ അവിടെ ഒരു ചായ കുടിച്ചായിരുന്നു. അതിനപ്പുറത്തതാ ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണ്. ചായ മാത്രമാണ് ഇന്നത്തെ ലൈഫ്. കാരണം ഞങ്ങൾ ചിക്കൻ ബിരിയാണി നമ്മൾ കണ്ടായിരുന്നല്ലോ, ചിക്കൻ ബിരിയാണി കുക്ക് ചെയ്തായിരുന്നു. അതിനുശേഷമുള്ള ചായ, രണ്ടാമത്തെ ചായ. ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു വൈബ് വരുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്നൊരു ഫീൽ വേറെ തന്നെയാണല്ലോ അല്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ ചായക്ക്, ചൂടാണ്. പിന്നെ തണുപ്പും കുളിച്ചിറങ്ങുന്നവർക്ക് ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ഒരു ഫീൽ വേറെ ആയിരിക്കും. നമുക്കങ്ങനെ ചൂട് ഇഷ്ടമില്ലാത്ത കാരണം
ഇവിടെ വൈബാട്ടോ. ഇവിടെ കുറേ കടകൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചായ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇവിടെ കാടയൊക്കെ ഉണ്ട് കേട്ടോ. കാടയുണ്ട്. കോഴിമുട്ട പുഴുങ്ങിയതല്ല, പച്ചയാണ്. പക്ഷെ കാട പുഴുങ്ങിയതും വടയും ഒക്കെ വേറെ ലെവലാട്ടോ. നല്ല അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ അതാണ് ടീ മാസ്റ്റർ ആണ് നമ്മുടെ. അത്യാവശ്യം കട കുഴപ്പമില്ല. ഇത് നമ്മുടെ ഒരു ചെറിയ ജ്യൂസ് കടയാണ്. ഇതാ നമ്മളെ കൂടെ വന്ന പയ്യനാണ്. അങ്ങനെ എന്തോ ചട്നി എന്തോ ഒഴിക്കുന്നുണ്ടല്ലോ വടയുടെ കൂടെ. സോ സാഡ്. എനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്നെ ചാമ്പി, എന്നെ പറ്റിച്ചു. ഓയ് കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്നത് കിട്ടിയൊരു ഭാഗ്യം, വേറെന്ത് പറയാൻ. ഇവിടെ ആദ്യമൊക്കെ ടീഷർട്ടൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു ടീഷർട്ട് മേടിക്കാൻ സൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മേടിച്ചില്ല. പക്ഷെ വൈബ് കടകളാട്ടോ ഇവിടെ മുഴുവനും. നല്ല റഷ് ആട്ടോ. 24/7 ആണ് ഈ കട. ചിപ്സിന് എന്തൊക്കെയോ നമ്മള് അവിടെ കിട്ടില്ല. പാർക്കിലേക്ക് കിട്ടുന്ന പോലെ ചിപ്സ് റോൾസ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം വലിയ റേറ്റ് ഒന്നുമില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം ലോ പ്രൈസ് ആണ് നമുക്കിവിടെ മൊത്തം കാണുന്നത്. ഇവിടെ കടകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഞാനിപ്പം ചായ കുടിച്ച കടയിലായാലും ശരി, ചായക്ക് റേറ്റ് കുറവാണ്. ഈ നമ്മളിത് അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു വൈബ് സാധനങ്ങൾ ഇവിടെ എന്തൊക്കെയാണോ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇവിടെ അത്യാവശ്യം വടകളൊക്കെ വാവ്. ഇവിടെ എന്തോ വേറെന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. എന്താ സാധനം എനിക്ക് അറിഞ്ഞൂടാ. ഇത് പുഴുങ്ങിയതല്ല കേട്ടോ, ഇത് പച്ചയാണ്. ഇവിടെ കാടമുട്ട ഇവിടെ എങ്ങനെ ആക്കി തരും. വേറെ വൈബ് സാധനം കേട്ടോ, സെറ്റ്. ഇതിൻ്റെ കൂടെ ചട്നി എന്തുകൊണ്ട് ഉഴുന്ന ഇവിടെ ലൈവാണ് കേട്ടോ. ഒക്കെ ഇവിടെ സെറ്റ് സാധനങ്ങൾ. ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ കടികളൊക്കെ ഉണ്ട്. ഇത് ഉണ്ണിയപ്പം, ഉള്ളിവട, പരിപ്പ് വട. ഓ വാവ് വൈബ്. ഇവിടെ വരുന്നവരെല്ലാവരും തണുപ്പ് കാരണം കഴിക്കുന്നതാണ്. എന്തായാലും കൊള്ളാം, നൈസ്. എന്തായാലും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോലെ എല്ലാ സ്ഥലത്തേക്കും വരേണ്ട ഒരു പ്ലേസ് ആണ്. എല്ലാം ഏകദേശം ഒരേപോലത്തെ കടകളാണ്. ഇതൊക്കെ മാത്രമായിട്ട് കടകളുടെ ഒരു വെറൈറ്റി ഇവിടെ നോക്കിയാൽ കാണാനില്ല. പക്ഷെ എന്നാലും എല്ലാ കടകളും ഒരേപോലെ തന്നെയാണ്. ഇവിടെ ഫുള്ള് ബേക്കറി പോലത്തെ ഒരു സെറ്റപ്പ്, ചായക്കട, ആ ഒരു വൈബ് ഫീലുകളാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് എവിടെ മാത്രമായിട്ടൊരു നമ്മുടെ ഈ ബജ്ജി ഇടാൻ വേണ്ടിയിട്ട് ഒരു മുളക് കണ്ടത്. ബാക്കിയെല്ലാം ബജ്ജി ഇല്ല, ബാക്കി എല്ലാ സെറ്റപ്പും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും കൊള്ളാം. നമുക്ക് എങ്ങനെ പറയാമെന്ന് എനിക്കിപ്പം അത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ മാത്രമായിട്ട് വലിയ സെറ്റപ്പൊന്നും ഇല്ല ഇവിടെ. പക്ഷെ എന്നാലും ആ മഴവെള്ളത്തിൽ കുളിക്കാം. അതായത് നമ്മുടെ ഇപ്പം ഈ വയനാടൊക്കെ ഉള്ള പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കുളിച്ച് കണ്ടിറങ്ങിയ പോലുള്ള ഒരു വൈബ് സ്ഥലം, അത്ര മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ പറയത്തക്ക ഒന്നുമില്ല. ഞാൻ പിന്നെ ഇത് പറയാൻ കാരണം നമ്മുടെ ഗാന്ധിഗ്രാമം പോലെ ഒരു കടയുണ്ട്. നമ്മൾ ചായ കുടിച്ചതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ ഗാന്ധിഗ്രാമം പോലെ ഒരു കടയുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. എല്ലാ സ്ഥലത്തും കാണുന്നതാണ് ഒരു ടെക്സ്റ്റൈൽസ്, അതായത് തുണിക്കട. വാവ്, ഗാന്ധിഗ്രാമം ഇതിൻ്റെ പൊന്നൊളിയന്മാർ വേറെ വൈബ് കേട്ടോ. ഇവിടെ സാധനങ്ങളൊക്കെ ഞാൻ വിഷ്വലി കാണിച്ചു തരാം. ഈ കടയാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗാന്ധിഗ്രാമം പോലുള്ളൊരു കടയാണ്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് സെറ്റപ്പ്. ഒരു മാറ്റമില്ല, പക്ക ടിറ്റോ നമ്മുടെ ഗാന്ധിഗ്രാമം തന്നെയാണ് സംഭവം. പുള്ളിക്കാരൻ വേറെ ലുക്കാട്ടോ കാണാൻ. ഇവിടെ ഫുള്ള് ഇവിടുത്തെ ഈ നാച്ചുറൽ ഐറ്റം സെറ്റപ്സ് കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, കടകളിലൊക്കെ സാധനങ്ങളൊക്കെ വേറെ വൈബാണ്, വേറൊരു ഫീല്. കാരണം നമ്മുടെ ഗാന്ധിഗ്രാമം സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ കൊള്ളാം. എന്തായാലും ഇവിടെ വേണമല്ലോ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ ഇങ്ങനെ ഒരു കട ഉള്ളത്. നമുക്ക് നല്ലതാണല്ലോ അല്ലേ. പുള്ളിക്കാരനാണ്. ഹായ്, പുള്ളിക്കാരൻ നൈസ് ലുക്കിയാ. പുള്ളിക്കാരൻ ഭയങ്കര ഒരു വില്ലന്റെ ലുക്കാണ് നമുക്ക് കാണുമ്പോൾ. നൈസാണ് ഹെയർ സ്റ്റൈൽ. പുള്ളിക്കാരൻ്റെ ഹെയർ സ്റ്റൈൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒരേപോലെ തന്നെയാണ്. എന്തായാലും എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്ര പറയത്തൊക്കെ പിന്നെയും പറയുന്നതെന്ന് വെച്ചാൽ ബോറടിക്കണം. എനിക്കത് ബോറടിച്ചു. കാരണം ഇവിടെ അതിന് മാത്രമായിട്ട് പറയാൻ സംഭവം ഒരു സെറ്റപ്പും ഇല്ല. കുളിക്കാം, ഫോൾസ്, പിന്നെ എന്ത് പറയാൻ. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് എവിടേക്കും പോകുന്നില്ല, വീട്ടിലേക്കാണ്. നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഫുൾ പാർക്കിങ്ങിലാണ്. ഇവിടെ കണ്ടമാനം വണ്ടികളുണ്ട്. ഇപ്പോൾ സമയം രാവിലെ 4 മണി 3 മണി ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കണ്ടമാനം വണ്ടികളൊക്കെ ഉള്ള കാരണം കാണാനൊരു വൈബുണ്ട് ഫുള്ള്. നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്കിലെ ലെങ്ത്ത് കൂട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ കയ്യിൽ മൈക്ക് ഇല്ലാത്ത കാരണം എൻ്റെ വോയിസ് എത്ര കുറവ്. ഞാൻ ഇത്രയും ലൗഡിൽ ആർത്ത് സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് ക്യാമറയിൽ പിക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ ഫോണിൽ പിക്ക് ചെയ്യുന്ന സൗണ്ട് മാത്രമാണ് എൻ്റെ സൗണ്ട്. അപ്പം വെറുതെ അല്ല, ഞാൻ വെറുതെ കിടന്ന് അലറുകയെന്ന് വിചാരിക്കരുത്. ക്യാമറയിൽ എത്രമാത്രം സൗണ്ട് പിക്കും അത്രയും സൗണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോൾസിലെ പാർക്കിംഗ് സെൻ്ററാണ്. ഇവിടെ അത്യാവശ്യം ഒരു 10-60 വണ്ടികൾ നിൽക്കുന്നുണ്ട്. മുഴുവനും കാറുകളാണ്. ബസ്സുകളും ഉണ്ട്, കാറുകളും ഉണ്ട്. എന്തായാലും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സ്ഥലം. കാരണം നമുക്കിത് പുതുമയില്ല. കാരണം നമ്മളെ നാട്ടിൽ നമ്മൾ കാണാത്ത ഫോൾസോ അല്ല വെള്ളച്ചാട്ടമോ ഒന്നും അല്ലല്ലോ ഇവിടെ. കാരണം ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് ഞാൻ ഈ ഫോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെ മൊത്തം ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് നമുക്കിത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നു. അതിന് പുറമെ
എന്തായാലും മാക്സിമം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന രീതിയിലാണ് നമ്മളിവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ അത് ഇപ്പോൾ റെഡിയാക്കി തരാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഗായ്സ്, നമ്മളങ്ങനെ ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന ഫുൾ ടീമാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്, താങ്ക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നതിന്